ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബനാന കൊഴുക്കട്ടയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ കൊഴുക്കട്ട തയ്യാറാക്കാനായിട്ട് ഞാൻ 2 ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ പഴം രണ്ടും കുക്കറിലിട്ടതിന് ശേഷം പഴം ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു വിസിലൊന്ന് അടുപ്പിച്ചെടുത്തിട്ടുള്ളതാണിത്. ഈ പഴം നമുക്ക് ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. ചൂടോട് കൂടിയിട്ട് ഉടച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ പഴം എടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു ചൂടൊന്ന് ഒരല്പം ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പഴം ഒന്ന് രണ്ടാക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നല്ല പഴുത്തിട്ടുള്ള പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ 2 പഴവും നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉടച്ചെടുത്തിട്ടുള്ള ഈ ഒരു പഴം നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ 1/2 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നമുക്കൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് കയ്യിൽ തൊടാൻ പറ്റുന്ന ആ ഒരു ചൂടിൽ തന്നെ മാവൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കൊഴുക്കട്ടയ്ക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ വേണമെന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണമെന്ന് കുഴച്ച് എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് 1/2 കപ്പ് അളവിൽ പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര ഒന്ന് മെൽറ്റായി വരാൻ പാകത്തിന് മാത്രം 2 സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പൊടിച്ച ശർക്കര ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടിക്കോളും. അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച ശർക്കര എടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് വീണ്ടും അരിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ വീണ്ടും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് തന്നെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് അളവിൽ ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നവരേക്കും ഒന്ന് തിളപ്പിച്ച് എടുക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാവുന്നതാണ്. ഇപ്പം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ കൊഴുക്കട്ട ഒന്ന് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ടൊന്ന് എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുളയാക്കി എടുക്കാം. ഒട്ടും തന്നെ ക്രാക്ക് വരാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് ഉരുളയാക്കി എടുത്തതിന് ശേഷം ഉള്ളം കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് ഒരു കുഴി പോലെ ഒന്ന് ആക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ ഇതിൻ്റെ നടുവിലൊന്ന് ചെറുതായിട്ടൊന്ന് കുഴി പോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം ഇതിനുള്ളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഫില്ലിംഗ് ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫില്ലിംഗ് ഒന്നും ഒട്ടും തന്നെ പുറത്ത് പോകാത്ത രീതിക്കൊന്ന് അടച്ചൊന്ന് കവർ ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവിലും ഫില്ലിംഗ് വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിത് വേവിക്കാനായിട്ട് ഒരു സ്റ്റീമറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരേക്കും നമുക്കിതൊന്ന് വേവിച്ച് എടുക്കാം. ഇപ്പം നമ്മുടെ കൊഴുക്കട്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബനാന കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.